ജൂലൈ 23-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്ലോഡ് ചെയ്ത വീഡിയോ മെറ്റ അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കം ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോയാണ് ഫേസ്ബുക്കിൽ നിന്ന് താൽക്കാലികമായിട്ട് അവർ നീക്കം ചെയ്തത്. ഇപ്പൊ ഈ വിഷയത്തിൽ മെറ്റ കേന്ദ്ര സർക്കാരിനോട് ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് വീഡിയോ ബ്ലോക്ക് ചെയ്യപ്പെട്ടത് എന്നും തെറ്റായി നീക്കം ചെയ്ത ഉള്ളടക്കം വീണ്ടും ലഭ്യമാക്കിയിട്ടുണ്ട് എന്നുമാണ് കമ്പനി ഇപ്പോൾ പറയുന്നത്. ജൂലൈ 23-ലെ വീഡിയോ എന്ന് പറയുന്നത് CJP നീറ്റ് ചോർച്ച പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത യുവതലമുറയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദേശമായിരുന്നു ആ വീഡിയോയുടെ ഉള്ളടക്കം. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞ വീഡിയോ, വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് കൊടുക്കുന്ന ഒരു വീഡിയോ, അതായത് ഫാസ്റ്റ് ട്രാക്ക് കോടതികളും കടുത്ത നിയമങ്ങളും കൊണ്ടുവരുമെന്നും 22 വിദ്യാർത്ഥികളുടെ അധ്യയന വർഷം സംരക്ഷിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി പറഞ്ഞ കുറേയേറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ ആയിരുന്നു മെറ്റ നീക്കം ചെയ്തത്. ഇന്ത്യൻ ഉപയോക്താക്കൾ വീഡിയോ കാണാൻ ശ്രമിച്ചപ്പോൾ നിയമപരമായ അഭ്യർത്ഥനയെ തുടർന്ന് ഇത് തടഞ്ഞിരിക്കുന്നു എന്ന സന്ദേശമാണ് ലഭിക്കുന്നത്. ഇത് വലിയ വിവാദമായതോടെ സാങ്കേതിക പിഴവ് മൂലമാണ് ഉള്ളടക്കം നീക്കം ചെയ്തത് എന്ന് മെറ്റ വ്യക്തമാക്കുകയും മെറ്റയുടെ വക്താവ് പ്രസ്താവനയിൽ ഈ കാര്യം പറയുകയും ചെയ്തു. ഉള്ളടക്കം തെറ്റായി നീക്കം ചെയ്യപ്പെട്ടതായിരുന്നു, ഇപ്പോൾ അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. കേന്ദ്ര സർക്കാരിന്റെ ഈ വിഷയത്തിലെ നിലപാട് ഏത് സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്യപ്പെടാൻ ഇടയായത് എന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം പരിശോധിച്ചു വരികയാണ്. മാപ്പപേക്ഷയിൽ മാത്രം ഇത് ഒതുങ്ങില്ല എന്നും ഇതിന് വിശദീകരണം നൽകുന്നതിനായിട്ട് മെറ്റ, ഇൻസ്റ്റഗ്രാം ആഗോള തലവന്മാരെ മന്ത്രാലയം വിളിച്ചു വരുത്തിയേക്കുമെന്നാണ് വിവരം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. ദയവായി പ്രേക്ഷകർ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, ജൂലൈ 23 എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ ഈ സമരം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ് അല്ലേ. ജൂലൈ 23-ലെ വീഡിയോ ആണ് നീക്കം ചെയ്യുന്നത്. 2, ഇന്ത്യയിൽ ഒരു ജെൻസി പ്രക്ഷോഭം ഉണ്ടാകുമെന്ന് വിദേശ മാധ്യമങ്ങളെല്ലാം കണക്ക് കൂട്ടിയിരുന്നു. അവരുടെ ലേഖനങ്ങൾ വായിച്ചാൽ നമുക്കറിയാം. ബംഗ്ലാദേശ് പോലെ, നേപ്പാൾ പോലെ ഇന്ത്യയിലും ഭരണകൂടത്തെ അട്ടിമറിക്കപ്പെടുമെന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഒരു സമയത്താണ് പ്രധാനമന്ത്രിയുടെ വീഡിയോ വരുന്നതും അത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വ്യൂസ് കത്തി കയറുന്നതും. ആ സമയത്ത് ആ വീഡിയോ നീക്കം ചെയ്തത് സ്വാഭാവികമാണ് എന്ന് കരുതാൻ മാർക്ക് സക്കർബർഗ് തിന്നുന്ന പോലെ മണ്ണല്ല ഇന്ത്യക്കാർ തിന്നുന്നത്. മാർക്ക് സക്കർബർഗിന്റെ സ്ഥാപനം ഇതിന് കണക്ക് പറയേണ്ടി വരും എന്നതിൽ ഒരു തർക്കവുമില്ല. ജെൻസി പ്രക്ഷോഭം ഉണ്ടാവുകയും മോദി ഇതോടെ തീരുകയും ചെയ്യുമെന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ ആ വീഡിയോ നീക്കം ചെയ്തത് എന്ന സംശയം തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മെറ്റയുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് ഇതേ സക്കർബർഗ്. അന്ന് ട്രംപിന്റെ കൂടെയുള്ള ആളുകൾ ഈ വ്യക്തിയും ഇവരുടെ സ്ഥാപനവും ഡീപ് സ്റ്റേറ്റിന്റെ എച്ചില് നക്കികളാണ് എന്ന് അന്ന് പറഞ്ഞത് പ്രസിഡന്റ് ട്രംപും ട്രംപിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുമാണ്. അങ്ങനെയാണ് ട്രംപ് സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുടങ്ങിയത്, ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞിട്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ ട്രംപ് എന്തൊക്കെ പറഞ്ഞാലും പുള്ളിയുടെ കാര്യങ്ങൾ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പറയൂ. കാരണം ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അയാൾക്കറിയാം എവിടെ എന്ത് കളികൾ നടക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ഒന്നും അയാൾക്ക് വിശ്വാസമില്ല. സ്വന്തം പ്ലാറ്റ്ഫോം അയാൾ അതുകൊണ്ടാണ് നിർമ്മിച്ചെടുത്തത്. എന്തുകൊണ്ടാണ് ഇലോൺ മസ്ക് X.com വാങ്ങിയത്, ട്വിറ്ററിനെ വാങ്ങിയത്? മസ്കിനും അറിയാം തന്റെ നരേറ്റീവ് മറ്റ് മാധ്യമങ്ങളിലൂടെ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിൽ നിന്ന് പുറത്തു കിടക്കാനും തന്റെ നരേറ്റീവ് സൃഷ്ടിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അയാൾ ഒരാവശ്യമില്ലായിരുന്നിട്ടും വലിയ വില കൊടുത്ത്, ചോദിച്ച പൈസ കൊടുത്ത് ട്വിറ്ററിനെ വാങ്ങിയത്. എന്നിട്ട് X.com എന്ന് പേരും മാറ്റി. സോ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയാവുന്നവർക്കറിയാം എങ്ങനെയാണ് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നതെന്ന്. ഇനി രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് പ്രേക്ഷകർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഞാൻ സ്വന്തമായിട്ട് ഇൻസ്റ്റഗ്രാം പോലത്തെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങുകയാണ്. ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എൻ്റെ പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിലെ നിയമങ്ങൾ ആരാണ് ഉണ്ടാക്കുന്നത്? ഞാനാണ് ഉണ്ടാക്കുന്നത്. ആ പ്ലാറ്റ്ഫോം എങ്ങനെ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്ന ആരാണ്? ഞാനാണ് തീരുമാനിക്കുന്നത്. ആ പ്ലാറ്റ്ഫോമിൽ പൂർണ്ണ നിയന്ത്രണം എനിക്കുണ്ട്. ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ ആ പ്ലാറ്റ്ഫോമിൽ എനിക്ക് നടത്താൻ കഴിയും. എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നറിയോ? അതായത് എൻ്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്, ഞാനാണ് മുതലാളി. എനിക്ക് അതിനകത്ത് അൽഗോരിതം മാറ്റാം. അതായത് ഉപയോക്താക്കൾക്ക് ഏത് രീതിയിലുള്ള കണ്ടന്റ് ആണ് കാണിക്കേണ്ടത് എന്ന് ഞാൻ തീരുമാനിക്കും. പൂർണ്ണമായും ഞാൻ തീരുമാനിക്കും. ഫീഡ് ഓർഡർ ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത്. പൂർണ്ണമായും എൻ്റെ കമ്പനിയുടെ കോഡിങ് എങ്ങനെ പോകണമെന്ന് ഞാൻ തീരുമാനിക്കും. ആ കോഡിങ്ങിനെ ആശ്രയിച്ചായിരിക്കും നിങ്ങൾ എന്ത് കാണണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. അതായത് എൻ്റെ പ്ലാറ്റ്ഫോം ഫോളോ ചെയ്യുന്ന 100 കോടി ഇന്ത്യക്കാർ എന്ത് കാണണമെന്ന്, നിങ്ങളുടെ ഫീഡിലേക്ക് എന്ത് ഇട്ട് തരണമെന്ന് ഞാൻ വിചാരിക്കും, അതേ നിങ്ങൾ കാണൂ.
ഒന്നാമത്തെ എൻ്റെ പവറാണത്. രണ്ടാമത് റീച്ചും ഫോളോവേഴ്സും എനിക്ക് കൂട്ടാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേജുകൾക്കോ വീഡിയോകൾക്കോ ഡാറ്റാ ബേസിൽ മാറ്റം വരുത്തി സെക്കൻഡുകൾ കൊണ്ട് ആയിരക്കണക്കിന് ഫോളോവേഴ്സിനെയും മില്യൺ കണക്കിന് വ്യൂസും കൃത്രിമമായിട്ട് നൽകാൻ എനിക്ക് കഴിയും. കാരണം ഇത് എന്റെ പ്ലാറ്റ്ഫോം. ഇവിടെ ഏത് വീഡിയോ വേണമെങ്കിലും 1000 വ്യൂസ് തികച്ചു കിട്ടാത്ത ഒരു വീഡിയോ വേണമെങ്കിലും എനിക്ക് മില്യൺ കണക്കിന് ബില്യൺ കണക്കിന് വ്യൂസ് വന്നതായിട്ട് കാണിക്കാൻ പറ്റും, കമന്റുകൾ വന്നതായിട്ട് കാണിക്കാൻ പറ്റും. ഇനി നിർബന്ധമായും ആളുകൾ കാണേണ്ട വീഡിയോകൾ എല്ലാവരുടെയും ഫീഡിന്റെ ഏറ്റവും മുകളിൽ കാണിക്കത്ത രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ അറിയാതെ കണ്ടുപോകും ആ വീഡിയോ. ആ രീതിയിൽ നിങ്ങളുടെ മുമ്പിലോട്ട് ഇന്നാ കാണും എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഫീഡിലോട്ട് എടുത്തിട്ടിരാൻ എനിക്ക് പറ്റും. കാരണം ഇത് എന്റെ പ്ലാറ്റ്ഫോം. ഞാൻ ഈ കോക്രോച്ച് പാർട്ടിക്ക് ഭയങ്കരപ്പെട്ട വ്യൂസും ഭയങ്കരപ്പെട്ട ഫോളോവേഴ്സും ഒക്കെ വന്ന സമയത്ത് വെറുതെ, ഞാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആളൊന്നുമല്ല. നമ്മളൊക്കെ വസന്തമായിരിക്കും, അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇൻസ്റ്റാഗ്രാം ഒന്ന് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആളല്ല. ഞാൻ വെറുതെ ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് ഫസ്റ്റ് സജഷൻ വന്നത് കോക്രോച്ച് പാർട്ടിയാണ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആ സമയത്തിട്ട വീഡിയോയ്ക്കകത്ത് അത് പറഞ്ഞു. സ്ഥിരം വീഡിയോകൾ കാണുന്ന പ്രേക്ഷകരെങ്കിലും ഓർക്കുമെന്ന് ഞാൻ കരുതുന്നു. ഞാനത് പറയുകയും ചെയ്തു. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ ചില അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമുകൾ അത് ചെയ്യില്ല. എന്തുകൊണ്ടാണെന്നറിയോ? വിശ്വാസ്യത നഷ്ടപ്പെടും എന്നുള്ള കാരണമാണ്. ഒന്ന്, ഒരു പ്ലാറ്റ്ഫോമിലെ അൽഗോരിതം ആളുകൾക്ക് കൃത്രിമത്വം തോന്നുന്ന രീതിയിൽ മാറ്റിമറിച്ചാൽ ഉപയോക്താക്കൾക്ക് ആ പ്ലാറ്റ്ഫോമിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും അവർ ആ പ്ലാറ്റ്ഫോം ഉപേക്ഷിച്ച് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോംസ് പൊതുവെ അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാറില്ല. അവർ കുറെ കൂടെ ജെനുവിനാണ് സത്യത്തിൽ കമ്പാരിറ്റീവ്ലി. എന്നാൽ ചില ഉഡായിപ്പ് പ്ലാറ്റ്ഫോമുകളുണ്ട്. എനിക്കതിവിടെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം ഈ വീഡിയോ ആ ഉഡായിപ്പ് പ്ലാറ്റ്ഫോമുകളിലും കൂടെ കൊണ്ടിടാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ചില പ്ലാറ്റ്ഫോമുകൾ എന്ത് ചെയ്യുമെന്നറിയോ? പ്രധാനമന്ത്രിയുടെ വീഡിയോ വരെ ഡിലീറ്റ് ചെയ്യും, ബ്ലോക്ക് ചെയ്ത് വെക്കും. അതിന്റെ അൽഗോരിതത്തിൽ തിരിമറി കാണിച്ച് അത് പരമാവധി സജസ്റ്റ് ചെയ്യാതിരിക്കും. അങ്ങനെയൊക്കെ പല പണികളും കാണിക്കും. സാങ്കേതികമായിട്ട് പറ്റിപ്പോയതാണ് സാറേ, അത് മിസ്സായി പോയി സാറേ, അത് ഒരു ചെറിയ പിഴവ് പറ്റിപ്പോയി സാറേ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വീഡിയോ സാങ്കേതിക പിഴവ് കാരണം അതിന്റെ പ്രക്ഷേപണം നിർത്തുന്നു, അല്ലെങ്കിൽ അത് കാണാൻ പറ്റാതാവുന്നു, നീക്കം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ബർഗണ്ണം എന്ന് പറഞ്ഞാൽ തൊണ്ട തൊടാതെ വിഴാൻ ഇന്ത്യക്കാര് ബർഗണ്ണനെ പോലെ മറ്റേ മണ്ണ് വാരിയല്ല തിന്നുന്നത്, നമ്മൾ ടിഷ്യൂ പേപ്പറോ അല്ല ഉപയോഗിക്കുന്നത്, വെള്ളമാണ്. അപ്പൊ അതുകൊണ്ട് ഇവന്മാര് ഈ നമ്മുടെ രാജ്യത്തിനിട്ട് പണിയുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോവേണ്ടത്. ജെൻസി പിള്ളേരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു വേണം ഉപയോഗിക്കാൻ. അതായത് നിങ്ങൾ കാണുന്ന വീഡിയോകൾ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക്, നിങ്ങളുടെ സ്വന്തം പ്രൊഫൈലിൽ, നിങ്ങളുടെ ഫീഡിലേക്ക് വരുന്ന സജസ്റ്റ് ചെയ്ത് വരുന്ന വീഡിയോകൾ, ഇത് നിങ്ങൾക്ക് നിരന്തരമായി നിങ്ങൾ അതെടുത്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇളക്കി വിടാനുള്ള ശ്രമമാണ്. കാരണം യുവാക്കൾക്ക് ചോരത്തിളപ്പുണ്ട്. ഇത് ഇവർക്ക് നന്നായിട്ടറിയാം. നമ്മൾ ഒരു സാധനം ഗൂഗിളിൽ പോയി ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ സെർച്ച് ചെയ്തു, അടുത്ത സെക്കൻഡ് തൊട്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന അഡ്വർടൈസ്മെന്റ്സ് എന്തായിരിക്കും? ആ ഫോണിന്റെ അഡ്വർടൈസ്മെന്റ്സ് ആയിരിക്കും. അത്രമാത്രം ആക്യുറേറ്റ് ആയിട്ടാണ് ഈ പ്ലാറ്റ്ഫോംസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 21 22 വയസ്സുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ, അയാൾ എന്തൊക്കെയാണ് അയാളുടെ ടേസ്റ്റ്, അയാൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത്, എന്ത് തരം വീഡിയോകളാണ് കാണുന്നത്, നമ്മൾ കാണുന്ന വീഡിയോകൾ, നമ്മൾ ഒരു പോസ്റ്റിൽ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു, ഇതെല്ലാം റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഡേറ്റയായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ ഡാറ്റാ സെന്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതനുസരിച്ചാണ് നമ്മൾ എന്ത് നമുക്ക് തന്നാൽ നമ്മൾ കാണും, എന്ത് പരസ്യം കാണിച്ചാൽ നമ്മൾ വാങ്ങും. ഇതനുസരിച്ച് നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നത്, ഇവർ ഈ ഡാറ്റകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കോക്രോച്ച് മൂവ്മെന്റിനെ ഇന്ത്യക്കെതിരെ തിരിക്കാനായിട്ട് വിദേശ ശക്തികൾ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ പലർക്കും അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലോകത്ത് നടന്നിട്ടുള്ള കാര്യമാണ്. ഇതിന് മുന്നേയും നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില പ്ലാറ്റ്ഫോമുകൾ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോകൾക്കും വലതുപക്ഷ വീഡിയോകൾക്കും അല്ലെങ്കിൽ BJP NDA സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോകൾക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മനഃപൂർവ്വം റീച്ച് കുറയ്ക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പല ക്രിയേറ്റേഴ്സും അത് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ പോസിറ്റീവ് കാര്യങ്ങൾ, എന്നാൽ നെഗറ്റീവ് എന്തെങ്കിലും ഇട്ട കാട്ടുതീ പോലെയാണ് അത് കയറി കത്തുന്നത്. സോ ഈ തരത്തിൽ ധ്രുവ് റാഠിയുടെ ഒക്കെ വീഡിയോയ്ക്ക് മില്യൺ വ്യൂസ് കിട്ടുന്നതിന്റെ പിന്നിലെ വസ്തുത
നമ്മൾ മനസ്സിലാക്കണം. ഈ പ്ലാറ്റ്ഫോമുകളെല്ലാം നിയന്ത്രിക്കുന്നത് മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് താല്പര്യങ്ങളുണ്ട്, അവരുടെ പുറകിൽ നിൽക്കുന്ന ശക്തികൾക്ക് താല്പര്യങ്ങളുണ്ട്, ബിസിനസ് താല്പര്യങ്ങളുണ്ട്. ഇതും നമ്മൾ കാണണം. ബിസിനസ് താല്പര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അപ്പൊ ഇന്ത്യ മഹാരാജ്യത്ത് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടം അധികാരത്തിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിന് അവർ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുകയാണ്. നമ്മുടെ പിള്ളേരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാടിനിട്ട് പണിയാൻ നോക്കുകയാണ്. എന്തായാലും ഇത്തവണ സക്കർബർഗ് അണ്ണൻ 5-6 ബർഗർ തിന്നും. മിക്കവാറും മോദി സർക്കാർ പിടിമുറുക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. രാജ്യസുരക്ഷയ്ക്ക് മേൽപ്പറഞ്ഞ പ്ലാറ്റ്ഫോം ഒരു ഭീഷണിയാണ്. ഇന്നത്തെ യുവതലമുറ വളരെ കരുതലോടെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യയുടെ ശത്രുക്കൾ നിങ്ങൾ കരുതുന്നത് പോലെ നിസ്സാരമല്ല. നമ്മളിത് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് മോദി സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിദേശ ശക്തികൾ, അങ്ങനെയല്ല. ഞാൻ എൻ്റെ പല വീഡിയോകളിലും പറയാറുണ്ട്, ഇന്ദിരാഗാന്ധിയെ തകർത്തതിൻ്റെ പിന്നിൽ, നെഹ്റു കുടുംബത്തെ ഇല്ലായ്മ ചെയ്തതിൻ്റെ പുറകിൽ എല്ലാം വലിയ കളികൾ നടന്നിട്ടുണ്ട്. ഇന്നും നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഹോമി ജെ ഭാഭ, ലാൽ ബഹദൂർ ശാസ്ത്രി, അവരുടെയൊക്കെ മരണങ്ങൾ ദുരൂഹ മരണങ്ങളാണ്. ഇതൊന്നും സ്വാഭാവികമായി സംഭവിച്ചതൊന്നും അല്ല. നമ്മുടെ രാജ്യത്ത് പലപ്പോഴുണ്ടായ കലാപങ്ങൾ, നമ്മുടെ രാജ്യം എത്രമാത്രം പവർഫുൾ ആണെന്നും എത്രമാത്രം പൊട്ടൻഷ്യൽ ഉണ്ടെന്നും നമ്മുടെ രാജ്യത്തെ നിയന്ത്രിക്കാൻ ഒരുപാട് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നും ഒക്കെ നമ്മൾ അറിയണം. ഇത് നിസ്സാരമായൊരു കാര്യമല്ല. നമുക്കിത് പറയാനേ പറ്റൂ. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലാക്കാൻ കഴിയുന്നവർ ഈ പറഞ്ഞത് കേട്ട് ആരും വിശ്വസിക്കരുത്. ദയവേത് നിങ്ങൾക്ക് അന്വേഷിക്കാം. നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചരിത്രം തന്നെ നമ്മൾ ഒരു അറിവും ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചതുകൊണ്ടോ ആരെങ്കിലും ഒരു അധ്യാപകൻ പറഞ്ഞതുകൊണ്ടോ മാത്രം ആരും അത് ഉള്ളിലേക്ക് എടുക്കണ്ട. നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ കണ്ടെത്തുക സത്യം. ഓരോരുത്തർക്കും അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങളിലെ വസ്തുതകളും അന്വേഷിക്കുക. എന്തായാലും ഇത്തവണ മേൽപ്പറഞ്ഞ പ്ലാറ്റ്ഫോം, സക്കർ അണ്ണന്റെ പ്ലാറ്റ്ഫോം മിക്കവാറും പണി വാങ്ങിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.